കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. ഇന്നലെ നമുക്ക് ദൈവനാമത്തിൽ ഈ പള്ളി കൂദാശ ചെയ്യുന്നതിനും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ അതിൽ പങ്കുചേരുന്നതിനും സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് പുതിയ ദേവാലയത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ നാം എല്ലാവരും സംബന്ധിക്കുന്നു. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസം കൂടിയാണ്. ഒരു പുതിയ ആരംഭം എപ്പോഴും നമുക്ക് പുതിയ പ്രചോദനം നൽകുന്നു, പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നത് ദൈവകൃപയോടെ ഒരു സാക്ഷ്യ ജീവിതത്തിലൂടെ നിർവഹിക്കുവാൻ നമുക്കിടയാകുകയൊക്കെ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ ഇടവകയുടെ പേരെന്നെ ഈ ഇടവകയുടെ ഉറച്ചു പറയണം. സെൻറ്റ് തോമസോ? സെൻറ്റ് ജോൺസ് മാർത്തോമായിട്ട്. സെൻറ്റ് ജോൺസ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ജൂനിയറായിട്ടുള്ള, ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ടാണ് വിശുദ്ധ യോഹന്നാനെ നമ്മൾ കാണുന്നത്. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശു എല്ലാവരെയും സ്നേഹിച്ചു കാണും. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുന്ന സമയത്ത് വിശുദ്ധ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ, പേര് വെളിപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ, അത് യോഹന്നാൻ സ്വയമായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ദൈവനാമത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, യേശു ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്ന ആളുകളായിരിക്കണം ഇവിടെയുള്ള മുഴുവൻ ആളുകൾ. യേശുവിൻ്റെ ക്രിസ്തു. അപ്പോൾ ഈ യേശു ക്രിസ്തുവാണ്, ഈ യോഹന്നാനാണ് ഒടുവിൽ കർത്താവിൻ്റെ മാറോട് ചാരി കിടന്ന ആൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം. ഈ വാസ് സോ ക്ലോസ്ഡ് ടു ഹിസ് മാസ്റ്റർ. നമ്മുടെ രക്ഷകനും നമ്മുടെ ആലോചനക്കാരനും നമ്മളെ വഴി നടത്തുന്നതിനുമായ വഴിയും സത്യവും ജീവനുമായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്ന് ഇരിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞിന് ചെറിയ പനിയോ അസുഖമൊക്കെ വന്നാൽ അവർ അമ്മയെടുത്ത് കാലേ വെക്കുകയാണോ നെഞ്ചോടെ ചേർത്തതാണോ വെക്കുന്നത്? നിങ്ങൾ അമ്മമാരില്ലയോ കുറച്ച് പേര്? എവിടെ നോക്കുന്നേ? ആണ്. ഈ നെഞ്ചോടെ ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ അമ്മയും കുഞ്ഞും ഇരിപ്പുണ്ട്, നെഞ്ചോടെ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ, ഈ നെഞ്ചോട് ചേരുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഹൃദയം ഇടിപ്പ് ദൈവത്തെ അറിയിക്കുക എന്നത് വളരെ പ്രധാനമായിരിക്കുന്നത് പോലെ പ്രധാനമാണ് ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പ് നമ്മൾ അറിയുന്നവരായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം, അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. എനിത്തിങ് എൽസ് ഈ സെക്കൻഡറി ഓർ ഈവൻ ടേഴ്സറി ഇങ്ങനെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇപ്പം ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒന്ന്, ഈ പള്ളിയുടെ പേര് സെൻറ്റ് ജോൺസ്. സെൻറ്റ് ജോൺസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ഏറ്റവും അധികം സ്നേഹിച്ചത്. ഈ ഇടവകയായിരിക്കണം, ഈ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളും അങ്ങനെ ആയിരിക്കണം. എങ്കിലും യോഹന്നാൻ അപ്പോസ്തലൻ്റെ പേര് പേറിയ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആ പേര് നമ്മൾ അന്വർത്ഥമാക്കത്തക്കവണ്ണം നമ്മൾ യേശു കർത്താവിനെ ഇങ്ങനെ ഞരങ്ങുന്ന സ്നേഹിക്കുന്നവരായിരിക്കണം. അതല്ലാതെ വേറെ ഒരു ചിന്തയും നമുക്കുണ്ടാകാൻ പാടില്ല. 2, ഈ യോഹന്നാൻ അപ്പോസ്തലനാണ് യേശുവിൻ്റെ നെഞ്ചോട് ചാരിക്കിടന്നത്. അത്രമാത്രം he was so dear to his beloved master. തൻ്റെ മാസ്റ്ററിൻ്റെ ഹൃദയത്തോട് അടുപ്പമുള്ള നമ്മളെല്ലാവരുടെയും ആത്യന്തികമായ അടുപ്പം കർത്താവിനോടായിരിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ
തുടിപ്പുകൾ നമുക്ക് മനസ്സിലാകാം, അവൻ്റെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാം, അവൻ്റെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാം. ഒരമ്മ കുഞ്ഞിനെ മാറോട് അണയ്ക്കുന്നത് പോലെ അവൻ്റെ മാറിൽ ചാരി ജീവിക്കുവാൻ നമ്മൾ പഠിക്കണം. ആൻഡ് അതാണ് ഏറ്റവും വലിയ ആർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ആർട്ട്. എന്ന് മാത്രമല്ല, യേശു മടങ്ങി പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ അമ്മയെ ഏൽപ്പിച്ച മകനും ശിഷ്യനും യോഹന്നാനായിരുന്നു. യേശു യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മ യോഹന്നാനെ പ്രസവിച്ചയാളല്ല. അതുകൊണ്ട് ഈ മാതൃത്വം, ഈ പരിഗണന, ഈ വിശുദ്ധമായ ബന്ധം എല്ലാവർക്കും അമ്മമാരായി നമുക്ക് ജീവിക്കണം. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് പറയുന്നതിന് സമയമില്ല. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു സമർപ്പണത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ നിമിഷങ്ങളാണ് ഇത്. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വേദപുസ്തകം ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് വായിച്ച് നമുക്ക് ഇന്നത്തെ ധ്യാനം പൂർത്തീകരിച്ച് നമുക്ക് കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ശലോമോൻ രാജാവിന് സർവശക്തനായ ദൈവം ചില വെളിപ്പെടുത്തലുകൾ നൽകുന്ന ഭാഗമാണ്. ശലോമോൻ യെരൂശലേം ദേവാലയം അതിമനോഹരമായി പൂർത്തീകരിച്ചു. ഇനി അതിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നു. അതിനു മുമ്പ് ദൈവത്തിൻ്റെ ആലോചന ശലോമോന് ലഭിച്ചത് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാം. നിങ്ങൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കണം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്തു. യഹോവയുടെ ആലയത്തിലും തൻ്റെ അരമനയിലും ഉണ്ടാക്കുവാൻ ശലോമോന് താല്പര്യമുണ്ടായിരുന്നതൊക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു. അതിൻ്റെ ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു. ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്ന് മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ നിർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എപ്പോഴും ഇവിടെ ഇരിക്കും. നീയോ നിൻ്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ എൻ്റെ മുമ്പാകെ നടക്കുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുകയും ചെയ്താൽ ഇസ്രായേലിൽ വാഴുവാൻ നിനക്കൊരു പുരുഷൻ ഇല്ലാതെ വരികയില്ല എന്ന് ഞാൻ നിൻ്റെ അപ്പനായ ദാവീദിനോട് ഒരു നിയമം ചെയ്തതുപോലെ ഞാൻ നിൻ്റെ രാജാസനത്തെ സ്ഥിരമാക്കും. 2-3 കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായി പറയുന്നത്. വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കും, എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും. എല്ലാ ആരാധനകളും ദൈവത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. എല്ലാ ആരാധനയും
യേശു ക്രിസ്തു എന്ത് കേട്ടു എന്ന് കേൾക്കുവാൻ നമ്മുടെ കാതുകളെ വിമലീകരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ പ്രാർത്ഥിച്ചത് ഈ ശലോമോന് ദൈവം കൊടുക്കുന്ന നിർദ്ദേശമാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. എല്ലാ ദേവാലയങ്ങളും അത്തരത്തിൽ ആയിരിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം നമ്മൾ ചെയ്യുന്ന അകൃത്യങ്ങൾക്ക് നീതിമാനായ ദൈവം ചിലപ്പോൾ ശിക്ഷ വിധിക്കാം. അങ്ങനെയുള്ള സമയത്തും നമ്മൾ ഇങ്ങനെ ചെയ്താൽ ദൈവം നമ്മളെ ശ്രദ്ധയോടെ കേട്ട് നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നമ്മളെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് നമ്മളെ ദൈവമക്കളായി നടത്തും എന്നുള്ളത്. അതിൻ്റെ 14-ാമത്തെ വാക്യം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വായിക്കണം. അങ്ങനെ വന്നാൽ എൻ്റെ ജനം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊള്ളും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്. ലെറ്റ് us ഓൾവേസ് ബി ഹംബിൾ. ഏറ്റവും വിനയമുള്ള ആളുകളായി നമ്മൾ തീരണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. തന്നെത്താൻ നമ്മളെ താഴ്ത്തി പ്രാർത്ഥിക്കണം. അഹന്തയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് വേദപുസ്തകത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്. അത് ഈ പരീശന്മാരുടേതാണ്. കർത്താവേ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. യേശു പ്രാർത്ഥിക്കുവാൻ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഈ പാപികളായ ആളുകൾ, കർത്താവേ ഞാൻ പാപിയാണ്, നിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ. ഈ ആത്മീയതയിലെ ഒരു വലിയ ശാപമെന്ന് പറയുന്നത് ഹംബിൾ പ്രൈഡ് എന്ന് പറയാം. അഹന്തയോടെയാണ് നമ്മൾ, ഞാൻ അവനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കും, ഞാൻ അവനേക്കാൾ കൂടുതൽ പ്രസംഗിക്കും, ഞാൻ അവനേക്കാൾ കൂടുതൽ മെച്ചമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളും ദൈവവുമായി ഒരു ബന്ധവുമില്ല. ദൈവത്തോടെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹംബിളാകുക, തന്നെത്താൻ അങ്ങനെ താഴ്ത്തിയുള്ള പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. പ്രൊജക്റ്റ് ചെയ്തുള്ള ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കുകയില്ല. എൻ്റെ അഭിപ്രായമല്ല. ഇവിടെ ദൈവം തമ്പുരാൻ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ ശലോമോന് വീണ്ടും ഉപദേശിച്ചത്, എൻ്റെ ഈ ജനത്തെ എനിക്ക് രക്ഷിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ടത് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ടുതീരണം. ഓരോ കുംഭസാരത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഏറ്റുപറയുന്നത്, ദൈവമേ, വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു, നിൻ്റെ കൽപ്പനകളെല്ലാം ലംഘിച്ചു, നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു, എന്നോട് കരുണ കാണിക്കണമേ. അപ്പോൾ ആണ് തിരിച്ചു പറയുന്നത്, സത്യമായി തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന എല്ലാവരോടും ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. വീണ്ടും ഇവിടെ പറയുന്നുണ്ട്, ദൈവം ശലോമോനോട് പറയുന്നത്, നിൻ്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ, അവൻ നിയമം കാത്തതുപോലെ, അവൻ ചെയ്തതുപോലെ നീയും ചെയ്യണം. ദാവീദ് അത്ര നല്ല ആളൊന്നും ആയിട്ടല്ല നമ്മൾ ആദ്യം കാണുന്നത്. പക്ഷേ ഈ വേദപുസ്തകം ഇത്രമാത്രം നിലവിളിച്ച് പാവങ്ങളെ സത്യസന്ധമായി പരസ്യമായി ഏറ്റുപറഞ്ഞ ഒരാളില്ല. അതാണ് നമ്മൾ 51-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണ കാണും, നിൻ്റെ കരുണയുടെ ബഹുത്വ നിമിത്തം ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായവനാണ്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ചെയ്യുന്നത്. ദൈവമേ, നീ ഉള്ളു നോക്കുന്നവനാണ്, ആ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി ഇന്ന് വൈകിട്ട് കുടുംബമായിരുന്ന് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഈ കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കണം. അപ്പോൾ അത്തരത്തിൽ ഈ ദേവാലയം നമുക്ക് വിശുദ്ധീകരണത്തിൻ്റെ സ്ഥലമാണ്. സത്യസന്ധമായി പാപങ്ങളെ ഏറ്റുപറയുന്ന സ്ഥലമാണ്. പാപമോചനം സ്വീകരിക്കുന്ന സ്ഥലമാണ്.
ഈ ദേശത്ത് എന്തെങ്കിലും മഹാമാരി വന്നാൽ നമ്മൾ ഉൾപ്പെടെ ഈ ആലയത്തിൽ കൂടി നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുകയും നമ്മുടെ ദേശത്തെ അവൻ സൗഖ്യമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നലെല്ലാം പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്തതൊക്കെ ഒരു പള്ളി, ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി അല്ല. ഇത് ഈ ലോകത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ രക്ഷാകേന്ദ്രമാണ്, അല്ലേ? അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ പള്ളിയിൽ വരുമ്പോഴും ഈ പ്രാർത്ഥനയോടെ പള്ളിയിൽ വരും. ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടം കയറുമ്പോൾ, ദൈവമേ, എൻ്റെ പ്രാർത്ഥനയിലൂടെ നീ ഈ ദേശത്തിന്, ഈ ഇടവയിലുള്ള ഓരോ ആളുകൾക്കും സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് കഴിയാതെ പോകുന്നതിനെ ഏറ്റുപറയണം എന്നാണ് നാം വായിച്ച ഈ പ്രധാന വാക്യം, 14-ാമത്തെ വാക്യം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കണം, ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. ദൈവത്തിൻ്റെ മുഖം കാണുക, ദൈവത്താൽ പ്രകാശിതരാകുക, ദൈവത്തിൻ്റെ പ്രകാശം കാണുന്നതിന് തടസ്സമായിരിക്കുന്ന എല്ലാ ദുഷ്ടചിന്തകളെയും ദുർമാർഗങ്ങളെയും ഉപേക്ഷിക്കുക. ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി നമുക്ക് തീരാം. കർത്താവേ, അതിനെ ഞങ്ങളെ സഹായിക്കണമേ. ഈ പുതിയ ദേവാലയത്തിൽ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം നൽകിയതിനായി ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാം സത്യമായിരിക്കണം. പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, സത്യമായത്, ഘനമായത്, നീതിയായത്. തുടർന്ന് പൗലോസ് പറയുന്നുണ്ട്, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇവയൊന്നും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അത് നിങ്ങളുടെ മാത്രമല്ല, ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ എൻ്റെ നിന്നും ആവശ്യമില്ലാത്ത വാക്കുകൾ നമുക്കെല്ലാം ഉപേക്ഷിക്കണം. ആവശ്യമുള്ളത് പറയാനുള്ള സമയമേ ദൈവം ഈ ആയുസ്സിൽ നമുക്ക് തന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരിടവകയായി വിശുദ്ധ യോഹന്നാനെ പോലെ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ബഹുമാനിച്ചും ഈ ലോകത്തിൽ നമ്മുടെ ആയുസ്സിനെ ധന്യമാക്കുകയും വരും ലോകത്തിൽ എന്നേക്കും നമ്മൾ ഏത് നാമധേയത്തിൽ പ്രാർത്ഥിക്കുന്നുവോ ആ വിശുദ്ധ യോഹന്നാനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരോടും വിശുദ്ധ യോഹന്നാൻ സ്വർഗത്തിലെത്തുമ്പോൾ പറയും, നിങ്ങളാ പേറക്കാർ എന്നെ, പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും നിങ്ങളങ്ങനെയൊക്കെ ജീവിച്ച് മാർത്തോമാ സഭയ്ക്ക് ബഹുമാനം വരുത്തിയ, എന്നെ മഹത്വപ്പെടുത്തിയ സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ സമർപ്പിച്ച് ജീവിച്ച ആളുകളായിരിക്കണം എന്ന് നിങ്ങളെക്കുറിച്ചൊരു സാക്ഷ്യം പറയും. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവം വലിയ ന്യായവിധി കൂടാതെ നിങ്ങളെ അകത്ത് പ്രവേശിപ്പിക്കും. എന്താ പറഞ്ഞാലും ഇങ്ങനെ മരിച്ചവരെ പോലെ സ്വർഗത്തിൽ യോഹന്നാൻ്റെ മുഖം കാണുമെന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നമ്മൾ മനസ്സിലായോ? അതുകൊണ്ട് ഈ ഇടവകയിലുള്ള മുഴുവൻ ആളുകൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, അത് സന്തോഷത്തിൻ്റെ സമയമാകാം, ദുഃഖത്തിൻ്റെ സമയമാകാം, വലിയ സക്സസിൻ്റെതാകാം, ചില ഫെയിലിയറാകാം, എല്ലാ സമയത്തും ദൈവമേ നീ കൂടെയുണ്ട്. ദുഃഖത്തിൻ്റെ നാളുകൾ കടന്നു പോകും, സന്തോഷത്തിൻ്റെ നാളുകൾ നമ്മുടെ മുമ്പിൽ പ്രകാശിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെ ജീവിക്കുന്നതിന് ദൈവം സഹായിക്കണം.